ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ആദരണീയരായ കർത്തൃശുശ്രൂഷകർക്കും യേശുക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വചനത്തിന് മുമ്പാകെ എപ്പോഴെല്ലാം നമുക്ക് വരുവാൻ സാധിക്കുന്നുവോ അതെല്ലാം ഭാഗ്യകരമായ അവസരങ്ങളായിട്ട് നാം കാണുന്നു, നാം അറിയുന്നു, നാം അനുഭവിക്കുന്നു. ഒരു ക്രിസ്തീയ ജീവിതം ആരംഭിച്ച് കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ അതിലും പ്രയാസകരമാണ് അത് നിലനിർത്തിക്കൊണ്ടു പോകുക എന്നുള്ളത്.
ഇങ്ങനെ പറയും, ടു ബിഗിൻ ഇറ്റ് ഈസ് ഈസി ബട്ട് ടു മെയിൻറ്റെയിൻ ഈസ് സോ കോസ്റ്റ്ലി. സോ കോസ്റ്റ്ലി എന്നാണ് ആ ഒരു പഴഞ്ചൊല്ലിൽ പറയുന്നത്. ഒന്ന് തുടങ്ങിക്കിട്ടുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. പക്ഷേ നാം നോക്കുമ്പോൾ എത്രയോ കോടി മനുഷ്യരുള്ളതായി ലോകത്ത് ആത്മീയ ജീവിതം ഒന്ന് തുടങ്ങിക്കിട്ടാൻ, ഒരു വിശ്വാസ ജീവിതം കിട്ടുവാൻ പലർക്കും സാധിക്കുന്നില്ല. എന്നാൽ കർത്താവ് തന്നെ തൻ്റെ വചനത്തിൽ പറഞ്ഞു, എനിക്ക് കരുണ തോന്നേണം എന്നുള്ളവനോട് കരുണ തോന്നുന്നു, എനിക്ക് കനിവ് തോന്നേണം എന്നുള്ളവനോട് എനിക്ക് കനിവ് തോന്നുന്നു. ഞാനത് പറയുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ എനിക്ക് ദൈവത്തോട് നന്ദിയുണ്ട്. കാരണം ഈ കോടാനുകോടി മനുഷ്യരുള്ളതായി ലോകത്ത് ഞാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എത്രയോ നിസ്സാരനാണ്. ഞാൻ കോതമംഗലത്തിനടുത്തുള്ളതായ ഗ്രാമത്തിൽ ഒരു നായർ കുടുംബത്തിൽ ഞാൻ ജനിച്ചു. എൻ്റെ അമ്മ 36-ാമത്തെ വയസ്സിൽ വിധവയായി. ഞാൻ 16-ാമത്തെ വയസ്സിലും എൻ്റെ സഹോദരിമാർ 14-ാമത്തെ വയസ്സിലും അനാഥരായി. എന്നാൽ ആ നാട്ടിൽ എത്രയോ നായർ സ്ത്രീകൾ വിധവമാരായിട്ടുണ്ടായിരുന്നു, എത്രയോ കുഞ്ഞുങ്ങൾ അനാഥരായിട്ടുണ്ടായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ് ലഭിച്ചത്, സ്വർഗീയ പിതാവിൻ്റെ ആകർഷണം ലഭിച്ചത് ഈ മഹാഭാവിയായ എന്നിലേക്കാണ്. അതോർക്കുമ്പോഴാണ് എനിക്ക് നന്ദി വരുന്നത്. ഞാൻ എൻ്റെ 17 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ചേലാടുള്ളതായ ഒരു പള്ളിയുടെ കെട്ടിടത്തിലാണ് പഠിച്ചത്. ഞാൻ അവിടെ കുരിശും തൊട്ടി കണ്ടിട്ടുണ്ട്, പെരുന്നാൾ കണ്ടിട്ടുണ്ട്, പ്രദക്ഷിണം കണ്ടിട്ടുണ്ട്. ഞാൻ ആ പള്ളിയുടെ പുറത്തുള്ള വരാന്തയിലിരുന്ന് പുകവലിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് ഈ കുരിശെന്നോ എന്താണ് ഈ പെരുന്നാളെന്നോ അന്വേഷിക്കേണ്ട ആവശ്യം എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ ഒരു ദിവസം ചില നിർബന്ധപ്രകാരം എൻ്റെ 22-ാമത്തെ വയസ്സിൽ ഞാനൊരു കൺവെൻഷൻ പന്തലിൽ പോയിരുന്നു. ഏറ്റവും പുറകിലായി മുറുക്കി ചോപ്പിച്ച പല്ലും ബീഡി വലിച്ചു പൊള്ളിയ ചുണ്ടും പാറിപ്പറന്ന മുടിയുമായി ഞാനിവിടെ താഴ്ത്തിയിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, ഞാൻ അയക്കുന്ന എൻ്റെ വചനം വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല, ഞാൻ ഉദ്ദേശിച്ച കാര്യം നിവർത്തിച്ചിട്ടേ മടങ്ങി വരികയുള്ളൂ എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അന്ന് ഫിലിപ്പീൻ പുഴയുടെ തീരത്ത് അനേകം ആഠ്യത്വമുള്ളതായ സ്ത്രീകൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്കുകൾ കേട്ട് പുച്ഛത്തോടെ മടങ്ങിപ്പോയപ്പോൾ, അന്ന് ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ നയിച്ചത് ലുദിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഹൃദയം തുറക്കുവാൻ വേണ്ടിയിട്ടായിരുന്നുവെങ്കിൽ, നൂറ്റാണ്ടുകൾക്ക് ശേഷം 1992 ഒരു ഏപ്രിൽ മാസത്തിൽ എൻ്റെ ഹൃദയം തുറക്കുന്നതിന് വേണ്ടി കർത്താവ് സ്വർഗത്തിൽ നിന്ന് വചനമയച്ചു. ആ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത് അന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. ഇന്ന് 32 കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ നിങ്ങളുടെ മുമ്പാകെ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുമ്പോൾ, അന്ന് എൻ്റെ രക്തഘടനയിലേക്ക് വന്നു വീണ് യേശുക്രിസ്തുവിൻ്റെ ഒരു തുള്ളി രക്തത്തെ ഓർത്ത് എൻ്റെ ഹൃദയത്തിലേക്ക് പാഞ്ഞു വന്ന് മാറ്റമില്ലാത്തതായ തേനിലും തേങ്കട്ടയിലും മധുരതരമായ ആശ്വാസത്തിൻ്റെ വചനത്തെ ഓർത്ത്, ഹൃദയങ്ങളെ കീറി പിളർക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ ഓർത്ത്, എനിക്ക് തർജ്ജനം തരുന്ന, എനിക്ക് പ്രബോധനം തരുന്ന, ആത്മീക വർധനവ് തരുന്നതായ ദൈവത്തിൻ്റെ വചനം. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയും, ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ആളുകൾക്ക് ആശ്വാസം കിട്ടുന്നു, ആത്മീക വർധന കിട്ടുന്നു, മാത്രമല്ല പ്രബോധനം കിട്ടുന്നു. സ്തോത്രം! എന്ത് ആശ്വാസം കിട്ടുന്നു! ഏത് മനുഷ്യനും വചനത്തിന് മുമ്പിലേക്ക് ഓടി വരുന്നത് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ്, ഹൃദയത്തിൽ ഒരു തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിൻ്റെ അനേകം പ്രശ്നങ്ങളിൽ ഉഴന്ന് വലഞ്ഞ് തളർന്ന് ക്ഷീണിച്ച് ഒരു ആശ്വാസവാക്കിന് വേണ്ടി ഓടി വരുന്ന മനുഷ്യനോട് യേശുക്രിസ്തുവിൻ്റെ വചനം പറയുന്നു, സുവിശേഷകരായി ഞങ്ങൾ എന്നും ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ ഞാനൊരാൾ എഴുന്നേറ്റ് നിൽക്കുന്നുവെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ദാനിയേൽ എന്ന് പറയുന്ന എനിക്ക് വേണ്ട വിധത്തിലുള്ള ഒരുക്കമില്ലെങ്കിലും കർത്താവേ, സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ കാര്യാലോചന സഭയിൽ നിരൂപിച്ചിരിക്കുന്നതായ ദൈവത്തിൻ്റെ വചനം ഈ ദൈവ പൈതലിൻ്റെ നാവിലേക്ക് കൊടുക്കണമേ എന്ന് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അല്ല. ഞങ്ങൾ ഓരോരുത്തരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവിടെ എവിടെയായി വന്നിരിക്കുന്ന ആരെയും ഞങ്ങൾ അറിയുന്നില്ല. പക്ഷേ ഓരോരുത്തരും
ഓരോരുത്തരെയും ലക്ഷ്യം വെച്ച് നിങ്ങളുടെ അവസ്ഥയറിഞ്ഞ്, നിങ്ങളുടെ ആവശ്യമറിഞ്ഞ്, നിങ്ങളുടെ ആഗ്രഹമറിഞ്ഞ്, നിങ്ങൾ കടന്ന് വലയുന്ന വിഷയമറിഞ്ഞ്, നിങ്ങളുടെ തേങ്ങലുകൾ അറിഞ്ഞ് നിങ്ങളോട് ഇടപെടുന്നതായ യേശുക്രിസ്തുവിൻ്റെ വചനം, പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ വചനം ഇതൊരു പഴഞ്ചൻ പുസ്തകമല്ല. എൻ്റെ കർത്താവിന് സ്തോത്രം. ഞാൻ അത്ഭുതത്തോടെ ഓർക്കാറുണ്ട്. ഇന്നും നൂതനമാണ്, എന്നും സജീവമാണ്. കാരണം ഇത് ദൈവശ്വാസീയമാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ നമ്മുടെ ഉള്ളം കിടന്ന് കത്തുന്നത്, ഉള്ളത്തിൽ ആശ്വാസം വരുന്നത്. കർത്താവിന് സ്തോത്രം. അന്ന് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നതായ ദൈവത്തിൻ്റെ വചനം എന്നെ വേറൊരു മനുഷ്യനാക്കി തീർത്തു. ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഇതാ ഈ തലമുറയിൽ ഞാൻ കാണുന്ന മനുഷ്യർക്കെല്ലാം അപ്പുറത്ത് അദൃശ്യനായ ഒരു ദൈവത്തെ, അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ, പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു എന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ആ തിരു സാന്നിധ്യത്തെ, ആ തിരു സ്നേഹത്തെ അനുഭവിക്കുവാൻ, അത് വിശ്വസിക്കുവാൻ മോശ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ വിശ്വസിച്ചു എന്ന് എബ്രായ ലേഖനം 11 അധ്യായം 26 വാക്യത്തിലുണ്ട്. അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ നാം വിശ്വസിക്കുന്നു. എങ്ങനെ വിശ്വസിക്കാതിരിക്കും? എങ്ങനെ വിശ്വസിക്കാതിരിക്കും? കാരണം അതൊരു സജീവമായ യാഥാർത്ഥ്യമാണ്. എന്നെ ഒരാൾ വന്ന് തൊട്ടാൽ അത് തൊടുന്നത് ഞാൻ അറിയുന്നു. എൻ്റെ അരികിലേക്ക് ചൂട് കാറ്റ് വന്നാൽ ഞാനത് ശരീരത്തിൽ അറിയുന്നു. എൻ്റെ അരികിലേക്ക് തണുത്ത കാറ്റ് വന്നാൽ അത് ശരീരത്തിൽ ഞാൻ അറിയുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യം അതാണ്. ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ക്രിസ്തു നമ്മുടെ അരികിലൂടെ കടന്നു വരുന്നു. കർത്താവിന് സ്തോത്രം. അങ്ങനെ ജീവിതം, ആത്മീക ജീവിതം തുടങ്ങിക്കിട്ടുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 3 അധ്യായം 3 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യരോട് ചോദിച്ചത്, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് നിങ്ങൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? ആത്മാവ് കൊണ്ട് ആരംഭിച്ചു, ജഡം കൊണ്ട് സമാപിച്ചു പോകരുത്. ക്രിസ്തീയ ഗോളത്തിൽ മോണിമെൻറ്റ്സ് എന്ന് പറയും. മുമ്പൊരവസരത്തിൽ മിരിയാമിനെ കുറിച്ച് ചിന്തിച്ചത് നിങ്ങൾ ചിലർ ഓർക്കുമായിരിക്കും. വേദപുസ്തകം പഠിച്ചാൽ ആത്മീക സ്മാരകങ്ങളെ കാണാൻ സാധിക്കും. മോണിമെൻറ്റ്സ്. ദൈവത്തിന് സ്തോത്രം. നാം മുമ്പൊരിക്കൽ ചിന്തിച്ചത് നിങ്ങൾ ഓർക്കുമായിരിക്കും. മിരിയാം ഒരു മോണിമെൻറ്റ്, ഒരു സ്മാരകമാണ് ആത്മീക ജീവിതത്തിലെ. ഒത്തിരി കാര്യങ്ങൾ മിരിയാമിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. നാം ഈ വിദേശ രാജ്യങ്ങളിലോ നമ്മുടെ ഇന്ത്യയിലോ പല മ്യൂസിയങ്ങളിൽ പോയാൽ സ്മാരകങ്ങളെ കാണാൻ സാധിക്കും. എബ്രഹാം ലിങ്കൻ്റെ സ്മാരകമുണ്ട്, ജോൺ എഫ് കെന്നഡിയുടെ സ്മാരകമുണ്ട്. അവരെ ആരാണ് വധിച്ചത് എന്നെല്ലാം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നാം തിരുവചനത്തിലേക്ക് നോക്കിയാൽ എന്താണ് മിരിയാം ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെടാൻ കാരണമെന്ന് തിരുവചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. നാം അത് പഠിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അനേകം സ്മാരകങ്ങളുണ്ട്. അവർ ഒരു കാലത്ത് ആത്മീയമായി ആരംഭിച്ചവരായിരുന്നു, എന്നാൽ അവസാനം പരാജയമായി പോയി. പ്രിയരെ, ജീവിതത്തിൻ്റെ അവസാന സമയം വരെയും ഈ ക്രിസ്തുവിനോടുള്ള വിശ്വാസവും ക്രിസ്തുവിനോടുള്ള സ്നേഹവും ക്രിസ്തുവിനുള്ള പ്രത്യാശയും നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വ്രതമായിരിക്കണം. അത് ദൈവം തരുന്ന കൃപയാണ്. പക്ഷെ നാം ഓരോരുത്തരും ആഗ്രഹിക്കണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ആദ്യകാലത്ത് എനിക്കുണ്ടായിരുന്ന വിശ്വാസം, ആദ്യകാലത്ത് എനിക്കുണ്ടായിരുന്ന സ്നേഹം, ആദ്യകാലത്ത് എനിക്കുണ്ടായിരുന്ന പ്രത്യാശ, നാം അതിലേക്ക് വരുന്നുണ്ട്. അത് എന്നും നിലനിർത്താൻ നാം ആഗ്രഹിക്കണം. എന്നും നന്ദിയുള്ള ഹൃദയം നിലനിർത്താൻ നാം ആഗ്രഹിക്കണം. എന്നും തകർന്നൊരു ഹൃദയം നിലനിർത്താൻ നാം ആഗ്രഹിക്കണം. നിങ്ങളുടെ വിനയത്തോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം കേട്ട കാലത്ത് അന്ന് നിങ്ങൾ പ്രാർത്ഥനാ ഹാളിൽ ഏറ്റവും മുൻവശത്ത് വന്നിരുന്ന് നിറകണ്ണുകളോടെ ആ പ്രസംഗിക്കുന്ന ദൈവദാസൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ച് പറയുന്നത് ആരാണെങ്കിലും അവരുടെ നാവിലൂടെ വരുന്നത് ദൈവത്തിൻ്റെ വചനമാണ് എന്നും ആ വചനത്തിലെ ചില പോയിന്റുകൾ നിങ്ങൾ നോട്ട് കുറിച്ചെടുത്ത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും വീട്ടിൽ ചെന്നിരിക്കുമ്പോഴും രാത്രി ഒരു സമയത്ത് ഇന്ന് ഞാൻ കേട്ട ദൈവത്തിൻ്റെ വചനം എന്താണ്, ഇന്ന് എന്താണ് ആ ദൈവം ഇതിൽ പറഞ്ഞത്, എനിക്കെന്താണ് തിരുത്താനുള്ളത് എന്നെല്ലാം കണ്ടെത്തി ദൈവസന്നിധിയിൽ മാറിയിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന കാലങ്ങൾ. അന്ന് ദൈവമക്കളോട് എല്ലാ സ്നേഹമായിരുന്നു. എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്നു. എല്ലാവരെയും കാണുമ്പോൾ ഉള്ളം തുടിച്ചിരുന്നു. എന്നാൽ ഇന്നെങ്ങനെയാണ്?
ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ദൈവത്തിന് വചനം കേൾക്കുമ്പോൾ ഒരു മടുപ്പാണോ വരുന്നത്? ഹൃദയം കല്ലിച്ചാണോ ഇരിക്കുന്നത്? കണ്ണുനീര് നഷ്ടപ്പെട്ടാണോ ഇരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് ഒട്ടും ആസ്വാദ്യകരമല്ലാതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ സൂക്ഷിക്കുക, എങ്കിൽ ഭയപ്പെടുക. എവിടെയോ കെണി വന്നിട്ടുണ്ട്, എവിടെയോ ശത്രു അവകാശം പറഞ്ഞിട്ടുണ്ട്. അത് നാം അറിയണമെന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളോട് ശോധന ചെയ്യും, ഹൃദയങ്ങളോട് സംസാരിക്കും. അതിനാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ഭാഗ്യവശാൽ നാം ഓരോ പ്രാവശ്യം കൂടി വരുമ്പോൾ, നാം ഇവിടെ വന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തെ അങ്ങ് തുറന്ന് കാണിക്കുന്നു. പ്രാർത്ഥനായോഗത്തിൻ്റെ ഇരുന്നു കൊണ്ട് പാപത്തെ ഉപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ ആ പാപം പലപ്പോഴും നിങ്ങളെ വിടുന്നില്ല. എന്താണ് അതിന് കാരണം ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയരെ, നാം പലപ്പോഴും വന്നിരുന്ന് നമ്മെ മുറുകെ പറ്റുന്ന പാപങ്ങളോട് യാത്ര പറയുന്നുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും ആ പാപം നമ്മെ പിറകെ വന്ന് പിടിക്കുന്നു. കർത്താവിനെ പരീക്ഷിച്ച പിശാച് പോലും കുറേ കാലത്തേക്ക് യേശുവിനെ വിട്ടുമാറി എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നത്. സാക്ഷാൽ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോലും പരീക്ഷിക്കുവാൻ പിശാച് ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, സാത്താൻ അലറുന്ന സിംഹം പോലെ നിങ്ങളെ വിഴുങ്ങാൻ ചുറ്റിത്തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ്. അലസത ലേശം ബാധിച്ചാൽ മതി, ഒരു തൃപ്തി വന്നാൽ മതി. ഇതൊക്കെ ഞങ്ങളുടെ അനുഭവമായതുകൊണ്ടാണ് പറയുന്നത്. നല്ല ഒരു ശുശ്രൂഷ കഴിഞ്ഞു, നല്ല ശുശ്രൂഷയിൽ പങ്കെടുത്തു, ഒരു തൃപ്തി വന്നാൽ മതി. അന്ന് ചിലപ്പോൾ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഇന്ന് അതുപോലെ കൃപ ഇറങ്ങിയതല്ലേ എന്നോർത്ത് ഞാൻ ഒന്ന് അലസമായിട്ടിരുന്നാൽ മതി. അത് മതി പ്രിയരെ, പിശാച് വന്ന് അവകാശം പറയാൻ. അപ്പോഴത്തേക്കുള്ളതായ മന്ന, അതാത് സമയത്തേക്കുള്ള കൃപ നാം എപ്പോഴും പ്രാപിച്ചു കൊണ്ടിരിക്കണം, സദാ ജാഗരിച്ചു കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അപകടം പറ്റും. ഇതൊന്നും പറഞ്ഞു തരാൻ ഇന്ന് അനേക കൂട്ടായ്മകളില്ല. ചില വചനങ്ങൾ ഇങ്ങനെ ആരെയും ഉന്നമിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ആരെയും വിധിച്ചു പറയാൻ, ആരെയും വിധിക്കാൻ ഞങ്ങളാരുമല്ല. ഞങ്ങളെടുത്ത തീരുമാനമുണ്ട്. ആരുടെയും കുറ്റം ഞങ്ങൾ പറയില്ല, ആരുടെയും കുറ്റം കേൾക്കാൻ താല്പര്യവുമില്ല. പ്രിയരെ, എന്നാൽ ചില വചനങ്ങളെടുത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രസംഗിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും പ്രസംഗിക്കണം. ആ അനുഗ്രഹം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം തന്നെ. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്ന പാപത്തെ പാപമായി ചൂണ്ടിക്കാണിച്ച് വ്യക്തമായ ഒരു തീരുമാനത്തിലേക്ക് ജനത്തെ നടത്താൻ ഇന്ന് നാം അത്യധ്വാനം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം എന്താണ്? ഇങ്ങനെയുള്ള വചനം എങ്ങും കേൾക്കാനില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? കൂട്ടായ്മയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകും. അന്ന് കർത്താവിൻ്റെ കാലത്ത് തന്നെ ജനക്കൂട്ടം പറഞ്ഞു, ഇത് കഠിനവാക്ക്, ഇത് കേൾക്കാൻ ആർക്ക് കഴിയും? ജനം പറഞ്ഞു, എന്തൊക്കെയാണ് ഈ പറയുന്നത്? കർത്താവ് പറഞ്ഞു, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണം, എൻ്റെ രക്തം സാക്ഷാൽ പാനീയമാകുന്നു. പ്രിയപ്പെട്ടവരെ, അത് കേട്ടപ്പോൾ ജനം പറഞ്ഞു, എന്താണ് ഈ പറയുന്നത്? ജനത്തിന് അമ്പരപ്പായി. കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ? അപ്പോൾ പത്രോസ് ചാടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ വേറെ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനം നിൻ്റെ പക്കലുണ്ടല്ലോ എന്ന്. എൻ്റെ കർത്താവിന് സ്തോത്രം. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കൂടിവരവുകളിൽ ജനങ്ങൾ തമ്മിൽ ഇത്രത്തോളം സ്നേഹം? എന്താണ്? നിത്യജീവൻ്റെ വചനം വരുന്നത് കൊണ്ടാണ്. നിത്യജീവനാകുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം വ്യാപരിക്കുന്നത് കൊണ്ടാണ്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നില്ലേ? ശാസിക്കുന്നില്ലേ? തെറ്റാണെന്ന് പറയുന്നില്ലേ? തിരുത്താള് പറഞ്ഞു കൊടുക്കുന്നില്ല. എന്നിട്ടും ജനം ഒട്ടി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? കർത്താവേ, മനുഷ്യരെ കണ്ടതുകൊണ്ടല്ല. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടല്ലോ. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ദൈവകോപം കണ്ടിട്ടുള്ള മനുഷ്യനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉഗ്രഭാവത്തോടെ, കാരണം ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. കർത്താവിന് സ്തോത്രം. പണ്ട് 26 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ സ്പൈനൽ കോഡ് പിണഞ്ഞു പോയ കാലത്ത് ഞാൻ പ്രാർത്ഥനാ ഹാളിലൂടെ ഒക്കി നടക്കുമ്പോൾ എന്നെ വിളിച്ച് ചേർത്തിരുത്തി പ്രാർത്ഥിച്ച് കർത്താവ് തരുന്ന അനുഗ്രഹീതമായ വാഗ്ദത്തങ്ങൾ തന്ന് എന്നെ നടത്തിയ കാലങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ഒരു മനുഷ്യനോട് കർത്താവിൻ്റെ സ്നേഹം. എന്നാൽ അതേ കർത്താവ് നമ്മിൽ തെറ്റ് കാണുമ്പോൾ, കർത്താവ് ആഗ്രഹിക്കാത്ത പാപം വരുമ്പോൾ കർക്കശമായി നിൽക്കുന്നു. എൻ്റെ കർത്താവിന് സ്തോത്രം. ചിന്തിച്ചു വന്ന എന്താണ്? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ടോ സമാപിക്കുന്നത്? ശമൂവേൽ പ്രവാചകൻ 2-ാമത്തെ പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം, ഇസ്രായേലേ, നിന്റെ പ്രതാപമായവർ, നിന്റെ ഗിരികളിൽ നിഹതന്മാർ,
വീരന്മാർ പട്ടുപോയതെങ്ങനെ? ശൗലിനെ കുറിച്ചാണ് നാം ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഇന്ന് നമുക്ക് തുടങ്ങി വയ്ക്കാം. കർത്താവേ, ദാവീദ് പാടുകയാണ്, ഇസ്രായേലേ നിന്റെ വീരന്മാർ പട്ടുപോയതെങ്ങനെ? ദൈവത്തിന് സ്തോത്രം. വീരന്മാരെങ്ങനെയാണ് പട്ടുപോയത്? ശൗൽ പട്ടുപോയൊരു മനുഷ്യനായി തീർന്നു. എൻ്റെ കർത്താവിന് സ്തോത്രം. എന്താണ് ശൗലിന് പറ്റിയത്? ശൗലിൻ്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. അപ്പോൾ കൂടെയുള്ള ആ ശിഷ്യൻ പറഞ്ഞു, നമ്മുടെ ഈ നാട്ടിൽ ശൗലിൻ്റെ ഭൃത്യൻ ശൗലിനോട് പറഞ്ഞു, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. 2 വാക്ക് ശൗലിൻ്റെ ഹൃദയത്തെ അങ്ങ് കാന്തം വന്ന് പിടിക്കുന്ന പോലെ അങ്ങ് പിടിച്ചു. നമ്മുടെ ഈ പട്ടണത്തിൽ ഒരു ദൈവ പുരുഷനുണ്ട്. സ്തോത്രം. അത് ആ വാക്യം ഞാൻ എൻ്റെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ മുമ്പിലേക്ക് അങ്ങ് എറിഞ്ഞിട്ട് തരികയാണ്. ഈ പട്ടണത്തിൽ ഒരു ദൈവ പുരുഷൻ അഥവാ ഒരു ദൈവ ഭക്തിയുള്ളൊരു സ്ത്രീ ഉണ്ട്. അവൻ മാന്യയാകുന്നു. നമുക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാം. കർത്താവേ, വരുംകാല തലമുറ എന്നെക്കുറിച്ച് അങ്ങനെ പറയാൻ തക്കവണ്ണം. ശൗലിൻ്റെ ഹൃദയത്തെ അതങ്ങ് കടന്നു പിടിച്ചു. എന്നാൽ ശമൂവേൽ പ്രവാചകൻ അടുക്കലെത്തിയപ്പോൾ ശമൂവേൽ പ്രവാചകൻ അവൻ്റെ തൈലക്കൊമ്പിൽ നിന്ന് ശൗലിൻ്റെ തലയിലേക്ക് അഭിഷേക തൈലം അങ്ങ് പകർന്നു. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹമാകുന്ന അഭിഷേകം. എന്നാൽ ശൗലിന് എന്താ പറ്റിയെന്നറിയാമോ? അന്ന് കിട്ടിയതായ ആ ദൈവസ്നേഹം, ആ ആദ്യ സ്നേഹം നിലനിർത്താൻ പറ്റിയില്ല. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ, ആദ്യ വിശ്വാസം നിങ്ങൾ അവസാനത്തോളം മുറുകെ പിടിച്ചു കൊണ്ടാൽ ക്രിസ്തുവിൽ പങ്കാളികളായി തീരുന്നുവല്ലോ എന്നൊരു വചനമുണ്ട്. 2 വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട് എന്നൊരു വാക്യമുണ്ട്. എബ്രായ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ തന്നെ ആദ്യ പ്രത്യാശ എന്നൊരു വാക്യമുണ്ട്. നിങ്ങൾ ഇത് മുറുകെ പിടിച്ചുകൊള്ളണം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവിന് സ്തോത്രം. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ, അവസാനത്തോളം മുറുകെ പിടിക്കണം. ഞങ്ങൾ കഴിഞ്ഞൊരവസരത്തിൽ ഒരു 90 വയസ്സുള്ള അനുഗ്രഹീതനായ ദൈവദാസനെ കാണാൻ പോയി. അദ്ദേഹത്തിന് നല്ല ഓർമ്മക്കുറവുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഞങ്ങളോട് പറയുകയായിരുന്നു, എന്നും ക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളണം. ഒരിക്കലും മഹത്വം മനുഷ്യന് കൊടുക്കരുത്, മനുഷ്യനെ കാണരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പറയുന്ന ഓരോ വാക്കുകളും പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകളായിരുന്നു. മുറുകെ പിടിക്കുക, ആദ്യ വിശ്വാസം, ആദ്യ സ്നേഹം, ആദ്യ പ്രത്യാശ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ആദ്യ സ്നേഹത്തെ പറ്റി പറയുമ്പോൾ ഞാൻ പയ്യെ കുരിശിൻ്റെ മറവിലേക്ക് മറയുന്നു. കാരണം എൻ്റെ 22-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിന്റെ സ്നേഹം എന്നെ കടന്നു പിടിച്ചപ്പോൾ എല്ലാം മറന്ന്, എല്ലാം മറന്ന് ഓടിയൊരു കാലമുണ്ട്. ഇന്ന് അതേ സ്നേഹം എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ, പ്രിയരെ, ഞാനൊരു കുറ്റവാളിയെപ്പോൾ നിൽക്കുകയാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം, കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ, വചനത്തിലൊരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ വിഴുങ്ങുമായിരുന്നു. എൻ്റെ കർത്താവിന് സ്തോത്രം. ക്രിസ്തുവിലുള്ളതായ പ്രത്യാശ, ഇതെല്ലാം ഓർക്കുമ്പോൾ കർത്താവേ, എന്നെ ഇനിയും ആ പഴയ കാലത്തിനപ്പുറത്തേക്ക് ഉന്നതമായ നിലവാരത്തിലേക്ക് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന് അവസാനത്തെ വാക്യത്തിൽ പറഞ്ഞത്, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അന്ന് നാം മുഖാമുഖമായി കാണും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ, ക്രിസ്തുവിനോടുള്ള സ്നേഹം തന്നെ. എൻ്റെ പ്രിയരെ, ശൗല് രാജാവായി, ശൗലിന് അഭിഷേകം കിട്ടി, ശൗൽ യുദ്ധങ്ങൾ നടത്തി. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞില്ല. മുന്നറിയിപ്പുകൾ ഹൃദയത്തിൽ
ജീവിതത്തിൽ അത് സ്വീകരിച്ചില്ല, അത് അവഗണിച്ചു കളഞ്ഞു. എന്തുണ്ടായി? അവസാനം വീരന്മാർ പട്ടുപോകുന്നത് പോലെ ആത്മീയ ഗോളത്തിൽ ഒന്നുമില്ലാത്തവനെ പോലെ അവൻ തകർന്നു പോകുന്ന കാഴ്ച നാം തിരുവചനത്തിൽ കാണുകയാണ്. ഇപ്പോൾ നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം, ഇപ്പോൾ നമ്മുടെ തലകൾ നമുക്ക് വണക്കാം. ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ യേശുക്രിസ്തുവിന്റെ വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. കർത്താവിൻ്റെ വചനം പറയുന്നു, എന്നോടും നിങ്ങളോടും പറയുന്നു, മക്കളെ, നിങ്ങൾ ആദ്യ സ്നേഹം മുറുകെ പിടിച്ചുകൊള്ളൂ, ആദ്യ വിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളൂ, ആദ്യ പ്രത്യാശ മുറുകെ പിടിച്ചുകൊള്ളൂ. നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വന്നാലും, നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടാലും, നിങ്ങൾക്ക് ആത്മീയ വരങ്ങൾ ലഭിച്ചാലും, നിങ്ങൾ നന്നായി വചനം പറഞ്ഞാലും, സാക്ഷ്യം പറഞ്ഞാലും, പാട്ട് പാടിയാലും, എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടിയാലും അതെല്ലാം ദാനമെന്ന് കണ്ടെത്തി ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകാതെ, ഒരടിയല്ല ഒരു അണുപോലും പിന്നോട്ട് പോകാതെ അന്ത്യത്തോളം ജീവിക്കാൻ ആരിപ്പോൾ സമർപ്പിക്കുന്നുണ്ട്? കർത്താവേ, ആത്മീയ ജീവിതത്തിലൊരു സ്മാരകമായി ശൗൽ നിൽക്കുന്നല്ലോ, വീരന്മാർ പട്ടുപോകുന്നല്ലോ, ആത്മീയമായി തുടങ്ങിയവർ ജഡത്തിൽ അവസാനിപ്പിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എൻ്റെ യേശുവേ, ഞാനെന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കലും അങ്ങനെയായി തീരാതിരിപ്പാൻ നിന്റെ കാൽപാദം കെട്ടിപ്പിടിക്കുന്നു, മുറിവേറ്റ പാദം കെട്ടിപ്പിടിക്കുന്നു. ആ തിരുരക്തത്തിൽ ഞാനിപ്പോൾ എൻ്റെ ചുണ്ടുകൊണ്ട് ഞാൻ ഉമ്മ വയ്ക്കുന്നു. എൻ്റെ യേശുവേ, നിന്റെ തൃക്കരം എന്നെ ഇപ്പോൾ മുഴുവനായി എന്ന് കഴുകണമേ. എന്നിൽ വന്നിരിക്കുന്ന മാലിന്യങ്ങളെല്ലാം ആ തിരുരക്തത്താൽ കഴുകിത്തരണമേ. എൻ്റെ മേൽ ദൈവസ്നേഹത്തിൻ്റെയും ദൈവവിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും തീജ്വാല എന്നിപ്പോൾ കത്തിപ്പടരണമേ. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. സ്നേഹം നിറഞ്ഞ ദൈവമേ, കഴിവുള്ള കർത്താവേ, ഈ നല്ല ദിവസമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ നാഥ, അവിടെ എത്രയോ യാഥാർത്ഥ്യമാകിയാൽ, അവിടെ എത്രയോ സത്യമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. എൻ്റെ നാഥ, അവിടുത്തെ തൃക്കരം ഞങ്ങളുടെ തലമേൽ വെക്കുന്നത് ഞങ്ങൾ അനുഭവിക്കുന്ന കർത്താവ്. ഇനി ഞങ്ങൾ കൂടിക്കാണവരെയും കൃപയിൽ പരിപാലിക്കണമേ. എല്ലാം മഹത്വത്തോട് മാത്രം എടുക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ.